വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഗവി യാത്ര നടത്തിയത്. അതും ഞങ്ങൾ ബാച്ചുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഈ ഒരു യാത്ര നടത്തിയതിന്റെ ഓർമ്മ പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഇതാ വീണ്ടെടുക്കുവാൻ വേണ്ടി വീണ്ടും മണിയംകുളം എന്ന് പറയുന്ന പാരീഷിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഏതാനും യുവജനങ്ങളോടൊപ്പം ഈ ഒരു യാത്ര ഞാൻ നടത്തുകയാണ്. പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗവി യാത്രയിലാണ് ഇരിക്കുന്നത്. ഗവിയിലേക്കുള്ള യാത്രക്കിടയിലാണ് മനോഹരമായ ഈ സ്ഥലത്ത് ഞങ്ങളുടെ ഡ്രൈവർ വാഹനം നിർത്തിയത്. ഒരു ഡാമിനോട് അനുബന്ധിച്ചാണ് ഈ മനോഹരമായ ജലാശയവും ഈ ഒരു പ്രദേശവും ഞങ്ങൾ കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മുമ്പേ തന്നെ ധാരാളം ആളുകൾ വാഹനം നിർത്തി ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുവാൻ ഇടവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറകെ വരുന്ന ഞങ്ങളുടെ വാഹനവും ഈ ഒരു നല്ല ഏരിയ നോക്കി പാർക്കിംഗ് നടത്തുകയായിരുന്നു. ഞങ്ങൾ എല്ലാവരും താഴ്വാരത്തിലേക്ക് ഇറങ്ങി ഈ ജലാശയ കാഴ്ചകൾ ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയും വീഡിയോയിൽ പകർത്തുകയും ഏതാനും ഫോട്ടോഷൂട്ടുകൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ ഞങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്ര അവർ അനുവദിക്കുകയുള്ളൂ. അതും കഴിഞ്ഞ് ഗവി എന്ന് പറയുന്ന ബോർഡ് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗവിയിലേക്ക് ഇനി 10 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് എന്നുള്ള കൃത്യമായ വിവരണം ഞങ്ങൾക്ക് ലഭ്യമാവുകയുണ്ടായി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം അവർ നൽകിയ നമ്പർ ഉപയോഗിച്ച് ഈ ഒരു ഹോട്ടലിൽ നേരത്തെ മുൻകൂട്ടി ഞങ്ങളുടെ ഉച്ചയൂണ് ബുക്ക് ചെയ്തിരുന്നു. അതനുസരിച്ച് ഈ ഒരു സ്ഥലത്ത് KSBയുടെ റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം നടത്തിയത്. ഈ ഒരു റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മനോഹരമായ ദൃശ്യം ഞങ്ങൾ കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് വെച്ച് വീണ്ടും ഫോട്ടോഷൂട്ടിൽ ഞങ്ങൾ ഏർപ്പെടുകയായിരുന്നു. ഈ മനോഹരമായ ദൃശ്യം, ഈ മരങ്ങളും ഉൾപ്പെടെ നല്ലൊരു ആംബിയൻസിലുള്ള ഈ ഒരു അന്തരീക്ഷം എന്റെ വീഡിയോയിലും ഞാൻ പകർത്തുവാൻ മറന്നുപോയില്ല. KSBയുടെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ഏതെങ്കിലും ഒരു കെട്ടിടമായിരിക്കാം. ഏതായാലും ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഏതായാലും അത് പ്രകൃതി മനോഹരമായ രീതിയിൽ വിനോദസഞ്ചാരികൾക്കായിട്ട് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. കുറച്ചു സമയം ഇവിടെ ചെലവഴിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ്. റെസ്റ്റോറന്റിൽ അവർ ഊണ് റെഡിയാക്കുന്ന സമയത്ത് യഥേഷ്ടം ഇവിടെ സമയം ചെലവഴിക്കാം. സമയം നഷ്ടമാകുന്നുമില്ല. ഗവി എന്ന് പറയുന്ന യാത്ര വനത്തിലൂടെയുള്ള ഒരു നീണ്ട യാത്രയാണ്. അത് നല്ല സൗഹൃദമുള്ള നല്ല ആളുകളോടൊത്ത് ഈ ഒരു യാത്ര ആസ്വദിക്കുമ്പോൾ അതിന്റെ നല്ലൊരു അന്തരീക്ഷം നമുക്ക് ലഭ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ നല്ല ഒരു വിനോദയാത്ര തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. മണിയംകുളത്തുള്ള യുവജനങ്ങളോടൊപ്പമുള്ള ഈ ഒരു യാത്ര അത്തരത്തിൽ ഞാൻ ആസ്വദിക്കുകയാണ്. വെൽക്കം ടു ഗവി എന്നെഴുതിയിരിക്കുന്ന ഇതിന്റെ അതിർത്തി ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയും ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്റെ വീഡിയോയിലേക്ക് ഞാൻ പകർത്തുകയാണ്. പക്ഷെ അകത്തേക്ക് പ്രവേശനം ഞങ്ങൾക്ക് ലഭ്യമായില്ല. അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ നേരത്തെ മൊത്തത്തിലുള്ള ഒരു ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ് നടത്തിയത്. അത് പ്രവേശനം മാത്രമേ ഉള്ളൂ. പാർക്കിങ്ങിലേക്കുള്ളത് വേറെ ഒരു ഓൺലൈൻ ബുക്കിംഗ് ആണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പ്രവേശനം ഞങ്ങൾക്ക് ലഭിച്ചില്ല. നേരിട്ടുള്ള പ്രവേശനം ഇല്ലതാനും. പണം നൽകാം എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇതിലേക്കുള്ള പ്രവേശനം ഉള്ളൂ എന്നുള്ള കാര്യം ഞങ്ങളോട് പറയുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഗവി സർവീസ് നടത്തുന്ന KSRTCയുടെ ഒരു ബസ് കാണുവാൻ ഇടവന്നത്. അതും എന്റെ വീഡിയോയിൽ ഞാൻ പകർത്തുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ആനവണ്ടി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. പാർക്കിന്റെ ഉൾഭാഗം ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. സായാഹ്നങ്ങളിൽ യഥേഷ്ടം സമയം ചെലവഴിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഒരു പാർക്ക്. ഞങ്ങൾക്ക് ഏതായാലും പ്രവേശനം ലഭിച്ചില്ല. അതുകൊണ്ട് ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ ഞങ്ങൾ സമയം ചെലവഴിക്കുകയാണ് ചെയ്തത്. തൊട്ടടുത്ത് ഡാമാണ് കാണപ്പെടുന്നത്. ഡാമിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് പകർത്തുവാൻ സാധിക്കുകയില്ല. ഡാമും കടന്ന് ഞങ്ങൾ മുന്നോട്ട് യാത്ര നടത്തുകയാണ്. അപ്പോഴാണ് വാഗമണ്ണിലെ മുട്ടക്കുന്ന് പോലെയുള്ള ഈ ഒരു പ്രദേശം ഞങ്ങൾ കാണുവാൻ ഇടവന്നത്.
ഇമമട്ടാതെ ഓരോ പ്രദേശവും ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുകയാണ്. മലനിരകൾ അടുക്കുകളായിട്ട് കാണപ്പെടുകയാണ്. പച്ചപ്പുകളാൽ നിറഞ്ഞ മലനിരകൾ. അതിന്റെ മനോഹാരിത നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക. ഏതായാലും അതിന്റെ ഭംഗി ഏറ്റവും പൂർണ്ണതയിൽ ആസ്വദിക്കണം എന്നുള്ള കരുതിക്കൊണ്ട് അതിന്റെ ചെരുവുകളിലൂടെ ഒരു യാത്ര തന്നെ ഞങ്ങൾ നടത്തുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, സായാഹ്നമായി. അതുകൊണ്ട് തന്നെ വെയിലിന്റെ ആഘാതം ഞങ്ങൾക്കില്ല. ഗവി യാത്ര പരമാവധി എക്സ്പ്ലോർ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചാണ് എല്ലാവരും യാത്രകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഭാഗത്തെ ഏതാനും ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി ഒരു നടപ്പ് വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്രകാരം ഒരു കാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മലനിരകളും വൃക്ഷങ്ങളും ഒക്കെയായിട്ടുള്ള വനനിബിഡമായ പ്രദേശങ്ങൾ, അത് കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ചെയ്യുവാനുള്ളത്. ഏതായാലും അതും കൺകുളിർക്കെ കണ്ട് സായാഹ്നത്തിൽ മലനിരകളെ തൊട്ട് തലോടിക്കൊണ്ടു പോകുന്ന ആ ഇളം കാറ്റ് ശരീരത്തിലേറ്റുകൊണ്ട് ഞങ്ങൾ ആ ഭാഗവും എക്സ്പ്ലോർ ചെയ്ത് വാഹനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങളെ ഈ ഒരു ഭാഗത്ത് കാത്തിരുന്നത്. അത് വീണ്ടും വീണ്ടും വീഡിയോയിൽ പകർത്തുവാനുള്ള തിരക്കിലാണ് ഞാനായിരുന്നത്. കൂട്ടുകാരെല്ലാം അതിന്റെ ഭംഗി മുഴുവനും ആസ്വദിച്ചതിന് ശേഷം വാഹനത്തിലേക്ക് പോകുവാൻ വേണ്ട വെമ്പൽ കൊള്ളുകയാണ്.